അവള് നിന്നോടുള്ള ദേഷ്യം കൊണ്ടും മാത്രമല്ല, മനസ്സിലെ സങ്കടം കൊണ്ടുമാണ്. എന്നാലും ഒരെന്നാലും ഇല്ല. കൂടെയുള്ളവർ വേർപെട്ടു പോകുന്നതിന്റെ വേദന നിന്നെ ഉപ്പ പോയപ്പോൾ അനുഭവിച്ചതല്ലേ നീ? അതുകൊണ്ട് പറ്റുമെങ്കിൽ ഒരു ആശ്വാസവാക്യം പറഞ്ഞാൽ അത് നമ്മുടെ നല്ലതായിരിക്കും. എടോ ആയിഷ, ഒന്ന് നിക്കടോ. ഹലോ, പ്ലീസ് ഒന്ന് നിക്കടോ. സോറി, വേണമെങ്കിൽ നീ ഇനിയും വെള്ളം ഒഴിച്ചോ, ഞാൻ ദേഷ്യപ്പെടൂല. എടോ, അന്ന് ഞാൻ മനപൂർവ്വമാണതും വരാതിരുന്നൊക്കെ. അത് തനിക്ക് ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നഷ്ടം? എനിക്കെപ്പോഴും നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളോ? തൻ്റെ മനസ്സിൽ ഒരുപാട് ഭാരങ്ങളുണ്ടല്ലോ. എന്നോട് സംസാരിച്ചാൽ അത് കുറയുമെങ്കിൽ തുറന്നു പറഞ്ഞിടേ. ഉപ്പ, ഉമ്മ, എൻ്റെ അനിയൻ ആദു, പിന്നെ ഞാനും. ഞങ്ങളുടെ ലോകം ചെറുതായിരുന്നെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ എൻ്റെ 20ാം പിറന്നാൾ ദിവസം ജൂലൈ 5, ലൈഫിലേക്ക് കറുത്ത ഇരുണ്ട ഒരു ദിവസം. എവിടെ ഉപ്പാന്റെ പിറന്നാളുകാരിക്കുട്ടി? ഇങ്ങ് വന്നേ, ഒരു സമ്മാനം തരട്ടെ. പറയുന്ന കേട്ടാ വലിയ എന്തോ സമ്മാനമാണെന്ന് തോന്നും. ഒരു മുത്തം തരാൻ വേണ്ടിയല്ലേ വിളിക്കുന്നത്? അതിന് നിന്റെ ഉപ്പ അംബാനി അല്ലല്ലോ, അബ്ദുൽ ഖാദർ അല്ലേ? എന്നാലും എൻ്റെ ഉപ്പാന്റെ ഇത്രയും സ്നേഹം നിറഞ്ഞ മുത്തം അംബാനിയുടെ അടുത്തൊന്നും കിട്ടില്ലല്ലോ. എന്നാ ഇത്തവണ നമ്മൾ അതിലൊന്നും ഒതുക്കുന്നില്ല. പിന്നെ ഇന്ന് എൻ്റെ മോള് പറയുന്ന 5 ആഗ്രഹങ്ങൾ ഉപ്പ സാധിച്ചു തരും. സത്യമായിട്ടും? ലോട്ടറി അടിച്ചോ ഖാദറിനെ? അടിച്ചു എന്ന് വിചാരിച്ചോ? എനിക്കും ഉപ്പാക്കും കൂടെ ഊട്ടി പോകണം. ഉപ്പാന്റെ കൈ പിടിച്ച് ഊട്ടി മൊത്തം എനിക്ക് കറങ്ങണം. ക്യാരറ്റ്, പാനിപ്പൂരി ഒക്കെ കഴിക്കണം. പിന്നെ ഊട്ടിപ്പൂവ്, ഊട്ടി ട്രെയിൻ. ശരി, അഗ്രീഡ്. അടുത്തത് നമ്മുടെ മജീദ് ഖാന്റെ കടയിൽ പോയിട്ട് നല്ല ചൂടുള്ള മട്ടൻ ബിരിയാണി വാങ്ങിത്തരണം. വാങ്ങിത്തന്നാൽ മാത്രം പോരാ, ഉപ്പ വാരിത്തരികയും വേണം. അതും അഗ്രീഡി. കാതിലൊരു സ്വർണ്ണക്കമ്മൽ ഇടണമെന്ന് കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമാണ്. പിന്നെന്താ, തരാലോ. എനിക്കൊരു പുതിയ സൽവാറും വാങ്ങിച്ചു തരണം. ആ പുതിയ സൽവാർ ഇട്ടിട്ട് ഉപ്പിന്റെ ഫോണിൽ ഒത്തിരി ഫോട്ടോസും എടുത്തു തരണം. ആയിക്കോട്ടെ. ഇനി എനിക്ക് 5ാമത്തെ ആഗ്രഹം കൂടി പറയട്ടെ ഞാൻ. ഇനിയിപ്പോൾ അതായിട്ട് കുറക്കണ്ട, പറഞ്ഞോ. 5ാമത് എനിക്കെന്റെ ഉപ്പാന്റെ സ്നേഹം നിറഞ്ഞ ആ ചുംബനം മതി. അല്ല, ഇതിപ്പോ നിന്റെ പ്ലാനില് ഞാനും ആദിക്കുട്ടനും എവിടെയില്ലേ? ഇല്ല, ഇത് ഞാനും എൻ്റെ ഉപ്പയും മാത്രമുള്ള നിമിഷങ്ങളാണ്. എന്നാ മോള് കോളേജിൽ പോയിക്കോ. വൈകുന്നേരം ഉപ്പന്റെ പണി കഴിഞ്ഞ് വന്നാൽ നമ്മൾ നേരെ വിടുന്നു. അതെ, ഞാനെത്തി. ഡ്രസ്സ് മാറട്ടെ പോവാൻ. ഷോ, ഈ പെണ്ണിന്റെ ഒരു ധൃതി. ഉപ്പ ജോലി കഴിഞ്ഞ് എത്തിക്കോട്ടെ, എന്നിട്ട് ഒരുങ്ങാം. ഷോ, ഇന്നെങ്കിലും കുറച്ച് നേരത്തെ വന്നൂടെ ഉപ്പാക്ക്? നീ ഇരിക്കേ, ഞാന് ചായ എടുക്കാം. വല്ലതും കഴിക്കാം ആദ്യം. എന്താടി വിളിച്ചു കൂവുന്നത്? ഇത് ഖാദറിന്റെ വീടാണോ? അതെ. നിങ്ങൾ രണ്ടുപേരും? ഞാൻ ഭാര്യ, ഇത് മകളാണ്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നിങ്ങൾ പാനിക്കാവരുത്. സിറ്റി ജംഗ്ഷനിൽ ഒരു ഗുരുതരമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഖാദറിനെ തിരിച്ചറിയാനായി നിങ്ങളൊന്ന് വരണം. ഉമ്മ, എഴുന്നേൽക്കൂ ഉമ്മ. മോളെ, എക്സാം അല്ലേ, കോളേജ് പോകണ്ടേ? ഉമ്മ, എനിക്ക് പറ്റുന്നില്ല ഉമ്മ. എവിടെ ഉപ്പാന്റെ പിറന്നാളുകാരിക്കുട്ടി ആയിഷ?
ഇന്നെൻ്റെ മോള് പറയുന്ന 5 ആഗ്രഹങ്ങൾ ഉപ്പ സാധിച്ചു തരും. നബി ഹൃദയ വനീല നഗരാഗ